Hello, positive souls. Welcome to Spiritual Healing Tarot. Your messages from your animal spirit guides. നിങ്ങളുടെ animal spirit guides നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Let's see. ഹംബാക്ക് വെയിൽ ആണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഹീലിംഗ് ഇവിടെ ഒത്തിരി ട്രോമ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഹീലിങ്ങിനായിട്ടുള്ളൊരു സമയമായിരിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചെക്കപ്പ് ഒക്കെ നടക്കുന്നത് നല്ലതായിരിക്കും. ഒരു നെഗറ്റീവായിട്ട് പറയുന്നല്ല, എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെക്കപ്പൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ അതിനുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഭക്ഷണ നിയന്ത്രണത്തിലൂടെയോ മറ്റ് രീതികളിലൂടെയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിൽ പറഞ്ഞ റിക്കവറിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇന്നതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്താൽ റിക്കവറി ഫേസിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ലൈഫ് എന്ന് പറയുന്നത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒന്നല്ല. സീരിയസ് ആയിട്ടെന്ന് പറയുമ്പോൾ ഓവർലി സീരിയസ് ആവാതിരിക്കുക, ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ പ്രിക്കോഷൻസ് എടുക്കുക, അതേസമയം തന്നെ ജീവിതം ആസ്വദിക്കുക എന്നുള്ളത്. ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണ് മെഡിറ്റേറ്റ് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് മാനസിക സന്തോഷം തരുന്നതെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ മ്യൂസിക് കേൾക്കുന്ന ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, മ്യൂസിക് കേൾക്കാം. കുറച്ച് എന്താ പറയുക, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വാട്ടർ എനർജീസ് ആയിട്ടുള്ളവർ, വാട്ടർ സയൻസ്, കടലിൻ്റെ കരയിൽ പോയി തിരകൾ വരുന്ന അതിൻ്റെ ശബ്ദം, അതൊരു മ്യൂസിക്കാണ്. തിരകളുടെ ശബ്ദം കേൾക്കുന്നത്, വെള്ളത്തിൻ്റെ അലയടിക്കുന്ന ശബ്ദം, അതൊരു മ്യൂസിക്കാണ്. അത് കേൾക്കാൻ ലോകത്തിലെല്ലാത്തിലും ഒരു മ്യൂസിക് ഉണ്ട്. കിളികളുടെ ശബ്ദം, അതൊരു മ്യൂസിക്കാണ്. അല്ലെങ്കിൽ ചില അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു മാജിക്കൽ ചൈൽഡിനെ പുറത്തേക്ക് വിട്ടുക. ലോകം വീണ്ടും റീഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾ ആ ഒരു താളത്തിൽ ജീവിതത്തിനെ ഒരു മ്യൂസിക്കായിട്ട് കണ്ട് ജീവിതം ആസ്വദിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പല പ്രഷേഴ്സും ടെൻഷൻസും എടുക്കുന്നത് നിങ്ങൾ ജോലി സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ എല്ലാവർക്കും ടെൻഷൻസ് ഉണ്ടാവും ലൈഫിൽ. പക്ഷെ അത് ഒഴിവാക്കാൻ പൂർണ്ണമായിട്ട് നമ്മൾക്ക് പറ്റില്ല. എന്നിരുന്നാലും കുറച്ച് സമയം ഇതേപോലെയുള്ള കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ജീവിതത്തിൻ്റെ താളം ആസ്വദിക്കുകയാണ്. ജീവിതത്തിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സൈഡ് കൂടി ആസ്വദിച്ചാൽ ജീവിതം നന്നായിട്ട് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ.